സോ ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് എണ്ണാൻസൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റാണി ദ റിയൽ സ്റ്റോറി. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അറിഞ്ഞത്. ഇതിൽ സ്റ്റാർ ചെയ്യുന്നത് ഭാവന, ഉർവശിയൊക്കെ ഉണ്ട്, മാല പാർവതി, അതാരാ മാലപ്പാർവതിയോ, ഹണി റോസ്, ഇൻട്രൻസ്, ഗുരുസോമ, മറ്റേ ഇതിലത്തെ ഈ മിന്നൽ മുരളിയിലെ ആ മെയിൻ ചെങ്ങായി മോനെ ഓനുണ്ട്. അപ്പോൾ ഒരു കിടിലൻ എടാ എൻട്രൻസും ഓൻ അടിപൊളി അഭിനയിക്കുമല്ലോ, വിഷയം അഭിനയിക്കുമല്ലോ. പിന്നെ ഡയറക്റ്റഡ് ആൻഡ് റിട്ടൺ ബൈ ശങ്കർ രാമകൃഷ്ണൻ. കുഴപ്പമില്ലാത്തതായിരിക്കും, നല്ല ചാൻസ് ഉണ്ട്, അടിപൊളിയാവാൻ നല്ല ചാൻസ് ഉണ്ട്. സോ നമുക്ക് ട്രെയിലർ കാണാം. കേരള രാഷ്ട്രീയത്തിലെ അതികായൻ MLA ധർമ്മരാജൻ കൊല്ലപ്പെട്ടു എന്ന സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മരണാണല്ലോ, മിഡ് നൈറ്റ് മേർഡർ. അതാരാ കക്ഷി? ആരാ? ചുടലമാടൻ. ഫയൽസ്. എൻ്റെ മോനെ കിടിൽ ലുക്കിലാണല്ലോ എല്ലാവരും. ധർമ്മരാജൻ ആരെന്നാണ് നിന്റെ വിചാരം? ആരാ ധർമ്മരാജൻ? ആർക്കും തൊടാൻ പറ്റാത്ത ഒരാളെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് എന്താക്കി? വാസു ചേട്ടന് ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ആ പെൺകുട്ടിയുടെ ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഇൻഫർമേഷൻ ആവശ്യമുണ്ടല്ലോ. ഇത് മറ്റേ അയ്യപ്പൻ. ഇവരുണ്ട്, ഹണി റോസ്. സീനുണ്ട്. ഭാവനേൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ആസാനത്തേക്ക് ഭാവനേനെ കാണിച്ചിക്കണ്. 21 വരും. അളിയ നടക്കൂല മോനെ. ഇവിടെ ഫുള്ള് നിപ്പേൻ്റെ സീനാണ്, ഒന്നും വിചാരിക്കരുത്. കണ്ടിട്ട് നല്ല രസമുണ്ട്, കാണാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ മൊത്തം നിപ്പേൻ്റെ സീനാണ്. ഇവിടെ നിപ്പ കിടന്ന് ആറാടാണ്. സോ താല്പര്യം മീൻസ് ഒരു പേടിയുള്ളതുകൊണ്ടേ പുറത്ത് പോകാൻ താല്പര്യമില്ല എന്നോണ്ടാണ്. എനിക്ക് പേഴ്സണലി എൻ്റെ മോനെ ആ ഇൻട്രൻസിൻ്റെ ഒരു സീനില്ലേ, മറ്റേ എന്നിട്ട് എന്തോ ഒരു ഒരു സാധനമില്ലേ, അത് ഭയങ്കര കിട്ടില്ല കേട്ടോ, ഭയങ്കര അടിപൊളി. എനിക്ക് ഭയങ്കര ലൈക്കായി. പിന്നെ ആരൊക്കെ? ഹണി റോസ്, ഭാവന, പിന്നെ മറ്റേ ഗുരു. മൂപ്പരുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കിഡിലിന് അഭിനയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ശങ്കർ കിഡിലാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആരാ? ഇൻട്രൻസ് സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. ഒരു ഞാനൊക്കെ ചെറുതാവുമ്പോൾ എനിക്ക് ആളെ കാണുമ്പോൾ എപ്പോഴും ചിരിയാണ് വരല്. കാരണം ആളുടെ ഓരോ തമാശകളും ഓരോ കാര്യങ്ങളാണ് പെട്ടെന്ന് മൈൻഡിലേക്ക് വരിക. പക്ഷേ ഇതിപ്പോൾ ആകെ മാറി, കംപ്ലീറ്റ് മാറി. ആ ഹോമൊക്കെ കണ്ട് എന്ത് കിടിലനാലേ. പിന്നെ എനിക്ക് ഇപ്പോൾ ഈ ഒരു ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മറ്റേ പഴയ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. മറ്റേ ചുറ്റി കൊണ്ട് തലക്കടിക്കുന്ന ആ സുഖം ഉണ്ടല്ലോ, ആ കിട്ടുന്ന ആ സുഖം. ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ് ഇൻട്രൻസിൻ്റെ എൻ്റെ ഒരു മൈൻഡിലേക്കുള്ള ക്യാരക്ടർ കംപ്ലീറ്റ് മാറിപ്പോയി. ആളാകെ മാറിപ്പോയി. ഭയങ്കര കിട്ടില്ലേ. ഈവൻ മറ്റേ ഇതിലേക്കൊക്കെ ആണെങ്കിൽ 2018 ആണെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡാർക്ക് സീനും അങ്ങനെ ആ ഒരു ഇതേ മാറിപ്പോയി. ആ ഫേസ്, ഞാൻ വിചാരിക്കുന്ന ആ ലുക്ക് മാറിപ്പോയി. എന്തായാലും റിയൽ സ്റ്റോറിയാണെന്ന് പറയുന്നത്. ഇത് റിയൽ സ്റ്റോറിയാണോ എനിക്കറിയില്ല കേട്ടോ. ആണോ ഇനിയിപ്പോൾ ചുമ്മാ പേരിട്ടാണോ അല്ല ശരിക്കും റിയൽ സ്റ്റോറിയാണോ? എന്താണ് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സോ ഇത് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്, സോറി. എനിക്ക് മറ്റേ നമ്മളെ മുത്ത് ജിത്തു ആണ് എനിക്ക് പറഞ്ഞു തന്നത്, അളിയാ അത് മിസ്സായെന്ന്. അപ്പോൾ ഞാനത് സെറ്റാക്കി. സോ ട്രെയിലർ 2 ആണ് കേട്ടോ. ഫസ്റ്റും ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് ഇത് തന്നെ എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നു, ഞാൻ മൈൻഡിൽ വരുന്നില്ല.
അത് പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാഞ്ഞതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ഓക്കെ നമുക്ക് കാണാം.